നമ്മളിപ്പോൾ കാൽവരി മൗണ്ടിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയുള്ളത്. ഇവിടെ എൻട്രി ഫീ 25 ഒരാൾക്ക്. പിന്നെ 2 വീലർ 10, ജീപ്പ് കാറാണ് 25. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇവിടെ ചെറിയ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ചെറിയ പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. നമുക്ക് വീക്ക് കുറച്ച് നടക്കണ്ട, ചെറിയ നടക്കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ പോവാണ്. നമ്മളിപ്പോൾ ഈ കായലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏകദേശം ഈ പോയിന്റിൻ്റെ അവിടെ എത്തി ഉണ്ടോ. ഡാമിൻ്റെ റിസർവറാണ് കാണുന്നത്. നമുക്ക് റിസർവർ കാണാം ഇടുക്കി ഡാമിൻ്റെ ഉണ്ടോ, വൈബ് സ്ഥലം. തിരക്ക് തീരില്ല. അപ്പോൾ ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. അപ്പോൾ ഏകദേശം താഴെ എത്താറായി. പിന്നെ താഴേക്ക് പോകണം കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഉണ്ടോ അതിൻ്റെ വ്യൂ. കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് ഉണ്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കോടയും ഇത് തണുത്ത കാറ്റും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. വേറെ എവിടെ സൗണ്ടില്ല, പക്ഷികളുടെ സൗണ്ട് മാത്രം. നല്ല വൈബ്. അത് ഫുള്ള് വൈബാക്കിയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. പാട്ടൊക്കെ രക്ഷയില്ല. ഒരാൾ തപസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വ്യൂ കണ്ടിട്ട് നേരെ തിരിച്ചു പോവാണ്. നേരെ ഇട്ടി വെളിച്ചമൊക്കെ കുറഞ്ഞു. പക്ഷെ മുകളിലേക്ക് പോവാം. നമ്മൾ വന്ന വഴി കാണിച്ചു തരാം. ഇതുവഴിയാണ് വന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് വന്നത്. രാവിലെ വന്ന ഭയങ്കര വൈഭവം, മീൻസ് മഞ്ഞും കോടയും എല്ലാം കിട്ടും. നമ്മളിങ്ങനെ കയറി പോവാം. ഉണ്ടോ ദൂരമുള്ള വ്യൂ. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. നേരെ ഇട്ടി. എല്ലാവരും മുകളിലിരിക്കുന്നുണ്ട് കണ്ടോ. ഹായ്. മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ രാവിലെ ഇവിടെ ഒന്ന് സ്റ്റേ ഉണ്ടോ. ക്ലൈമറ്റ് വെതർ ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. രാവിലത്തെ വ്യൂ പറഞ്ഞാൽ ഉണ്ടോ, കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു സൈഡിൽ സൂര്യൻ ഉദിച്ചു, മറ്റേ സൈഡിൽ കോട ഇങ്ങനെ കയറി വരുന്നു. ഇവിടെ വേറെ റൂമുണ്ട്, മീൻസ് ഗസ്റ്റ് ഹൗസ് പോലെ. ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ചുറ്റും തേയിലത്തോട്ടമാണ്. ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നിലവിൽ. ഇങ്ങനെ തണുപ്പാണ്. നമ്മൾ നേരെ കാൽവരി മൗണ്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. മീൻസ് അവിടെ എത്തിയിട്ട് അതിൻ്റെ വ്യൂ നമുക്ക് കാണാം. ഉണ്ടോ, നമ്മളിപ്പോൾ കാൽവരി മൗണ്ടിലേക്ക് ലക്ഷ്യമായിട്ട് പോവാണ്.
അവിടെ 8 മണിക്കാണ്, മീൻസ് 9 മണിക്കാണ് ഗേറ്റ് തുറക്കുക. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ചെറിയൊരു കയറ്റം കയറണം. അപ്പോൾ മെയിൻ എൻട്രൻസ് തന്നെ അവിടെ എത്തും. നമ്മളിപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. എന്താ തണുത്ത കാറ്റാണ്. ഇതാണ് എൻ്റെ ഓഫീസ്. എവിടെയാണ് കാൽവരി മൗണ്ടിൻ്റെ എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഇത്. സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ടീ ഷോപ്പുണ്ട്. പിന്നെ അതുപോലെ ഐസ്ക്രീം പാർലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. രണ്ട് സൈഡും ധാന്യം പോലെ ഇതാക്കിയിട്ടുണ്ട്. ദൂരെ നമുക്ക് വേറെ കുറേ റിസോർട്ട് കാണാം. നമ്മൾ കുറച്ച് നേരത്തെ വന്നു, കാരണം കോട വെയിൽ കാരണം കുറവാകും. അതുകൊണ്ട് മഴ കുറവാണ്, അതുകൊണ്ട് കോട അത്യാവശ്യം കുറവാകും. പിന്നെ വെയിൽ വന്നാൽ പിന്നെ തീരെ ഒന്നും കാണാൻ പറ്റില്ല. ഉണ്ടോ, നമുക്കിവിടെ സൈഡിൽ ഇരിക്കാനും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്കും ഉണ്ട്. ഇറങ്ങുമ്പോൾ നോക്കണം, സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. ഞാനും അഞ്ചേട്ടനും വരണം. വേണ്ട വ്യൂ സൂപ്പറാണ്. ഉണ്ടോ, കോട ഇങ്ങനെ ശലമായി ഇങ്ങനെ കിടക്കണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ വ്യൂ കണ്ടിട്ട് നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇന്ന് കണ്ടിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. കണ്ടോ, സൂര്യ ഉദിച്ച് വരുമ്പോൾ ഒരു വ്യൂ രക്ഷയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഇടുക്കി ഡാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും. അത് നേരെ തിരുവനന്തപുരം വിടാനാണ് പ്ലാൻ. അപ്പോൾ ബാക്കി വിഷയങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ചെറുതോണി ഡാമിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ സൈഡിലൊരു ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഉണ്ടോ, ദൂരെ കാണുന്നു. ഉണ്ടോ, മലേൻ്റെ ഇടയിൽ ഡാമിൻ്റെ